അതുപോലെ കൂടെ നിൽക്കുന്ന ആള്. ഇപ്പം നമുക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടുന്നത് അവിടെ നിന്ന് കണ്ട് അഭിനന്ദിക്കാന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ലക്ഷണമാണ്. അല്ലാണ്ട് മുഖം തിരിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത്, കാരണം അവർ പറയുന്നുണ്ട് എന്റെ അത്രയും അടുത്ത സുഹൃത്താന്ന് പറയുന്നുണ്ട്, അപ്പൊ അവർക്ക് കിട്ടിയോ ഇല്ലയോ, ആർക്കാണ് ഒന്നാം സമ്മാനം, എന്താണ്, ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ, അതായത് അപ്പൊ നമ്മളെയൊക്കെ സ്നേഹിച്ചത് വെറുതെ ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയും മോളാണ് എന്റെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി, അവര് ഭയങ്കര സ്നേഹമായിരുന്നു. അവര് ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഷീന ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി 140 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വയ്യാതെ വരുമ്പോൾ അവരെ സഹായിക്കുക, ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ അവരെ സഹായിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ വിചാരിച്ചു അവർ ഇത്രയും നാളും അവർ ചെയ്തത് ഫേക്ക് ആണെന്ന് എനിക്ക്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞു, അപ്പൊ എനിക്കത് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയി. അതിനുശേഷം പിന്നെ ബാക്കി എന്തൊക്കെയോ അവിടെ സംഭവിച്ചു അത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, അവര് നല്ല പെർഫോമേഴ്സ് ആണ്, നല്ല അമ്മയും മകളുമാണ്, അവർ നല്ല സ്ട്രോങ് ടാലന്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ അവരൊരു സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നത് ഒരിക്കലും ഒരു കലാകാരനും കലാകാരിക്കും ചേർന്നതല്ല. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുണ്ടാവണതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. സൂപ്പർ അമ്മയായാലും അച്ഛനായാലും മനുഷ്യനായാലും ഒക്കെ. അപ്പൊ അവർക്കില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. മേ ബി എന്റെ തെറ്റിദ്ധാരണയാവാം, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് കാരണം എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സ്റ്റേജുകളിൽ നിന്ന് എത്രയോ സ്ഥലത്തുനിന്ന് നമ്മൾ ഓഡിഷൻ നിന്ന് റിജക്ട് ചെയ്ത് വിടുന്നു, എത്രയോ സ്ഥലത്തുനിന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നു, എത്രയോ അപമാനങ്ങൾ നമ്മൾ സഹിച്ചിരിക്കുന്നു, എത്രയോ റിജക്ഷൻസ് സഹിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ ഒക്കെ ഒരു വാല്യൂ. ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ അയാളുടെ സന്തോഷം, കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമം. അപ്പൊ അങ്ങനെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വാസിക, അവരിപ്പം നമ്മുടെ ചാനലിൽ വന്ന് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അത് നിങ്ങൾ കണ്ടതിന് ശേഷം സ്വാസികയായിട്ടോ അല്ലെങ്കിൽ ചാനലിൽ നിന്നോ ആരെങ്കിലും അവരുടെ ഈ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അല്ലെങ്കിൽ കാര്യത്തിന്റെ സത്യാവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ചെയ്തതായിട്ട്? ചാനലിന്റെ ഭാഗത്ത് ആരെങ്കിലും വിളിച്ചോന്ന് എനിക്ക് അറിയില്ല. ഞാൻ വിളിച്ചില്ല, കാരണം എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായം പറയാനൊന്നും ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടും അറിയില്ല. പക്ഷെ അവർ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ക്വിറ്റ് ചെയ്ത് പോവാനായിട്ട് ശ്രമിച്ചു. അതാ ഇതുപോലെ അവരുടെ മനസ്സ് ഭയങ്കര ലോല ഹൃദയാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഫീൽ ആവുന്നതാണ്. ഇതേപോലെ തന്നെ ശ്വേതാജി മാർക്ക് പറഞ്ഞ സമയത്ത് കുറഞ്ഞുപോയി, എന്തോ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല. അപ്പൊ ശ്വേതാജി ചോദിച്ചു, ശ്രദ്ധിക്കണ്ടേ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണ്ടേന്ന് എന്തോ ചോദിച്ചു. അപ്പോഴേക്കും ഷീന ചേച്ചി ബോധം കെട്ട് വീണു താഴേക്ക്. അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു, നിങ്ങൾക്ക് സമാധാനം ആയില്ലേ, ഇപ്പൊ എന്റെ അമ്മേനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിച്ചപ്പോൾ ശ്വേതാജി വന്നിട്ട് സമാധാനപ്പെടുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ക്വിറ്റ് ചെയ്യരുത്, ഇത് ഒരു കോമ്പറ്റീഷനാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് അവരെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതല്ലാതെ ഇപ്പൊ ആരെങ്കിലും സമാധാനിപ്പിച്ചോ എന്നുള്ളത് അത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാവരും മെന്റലി ഒരു വിഷമമായിപ്പോയി എല്ലാവർക്കും. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്തത് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയി അവരുടെ ഭാഗത്തുനിന്ന്. കാരണം അതൊരിക്കലും അതന്നെ ഈ ചെയ്യരുതാത്തൊരു കാര്യം നമ്മൾ കാണുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് തോന്നില്ല, ഇനിയിപ്പോ അറിയില്ല. ഞാൻ പിന്നെ കൂടുതൽ അതിന്റെ അന്വേഷിക്കാൻ പോയില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സ്വാസികയുടെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, അതായത് ഒരേ സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം തന്നെ സീരിയലിൽ അഭിനയിക്കുന്നു, അപ്പൊ തന്നെ പിന്നെ പോയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, നായികയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു മിനി സ്ക്രീനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ സിനിമയിലേക്ക് അവർക്ക് അധികം ചാൻസ് കിട്ടില്ല എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ സ്വാസിക എന്ന് പറഞ്ഞ ആൾ സ്റ്റിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ബിഗ് സ്ക്രീനിലും അതേപോലെ സ്മോൾ സ്ക്രീനിലും എന്ന ആങ്കറിങ്ങിലും എല്ലാത്തിലും ഒരേപോലെ തന്നെ ഇങ്ങനെ ടച്ച് പഠിക്കുക കേട്ടോ, അത് അങ്ങനെ തിളങ്ങി നിൽക്കുന്നതിന്. പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ഇതെല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണേ? സീക്രട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കായിട്ടൊരു സീക്രട്ട് ഒന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ നായികമാരായിട്ട് അഭിനയിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നില്ല, എല്ലാവരും വിളിക്കുമ്പോൾ ഈ സീരിയൽ ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണു.
അപ്പൊ എനിക്ക് അതൊരു എന്താ അത് ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. അത് അങ്ങനെ ഒരു ഭാഗ്യം കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ടാണ് രണ്ടും ഈക്വലി കൊണ്ടുപോകാൻ പറ്റിയത്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ചെറിയൊരു എവിടേക്കോ ഒരു ഭാഗ്യക്കേട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് അതിലങ്ങ് ഒരു മുന്നേറാൻ പറ്റാത്തതും. എന്നാൽ ഇത്ര വർഷമായിട്ടും ഒരു ഇത് പറയില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് വരാതെ നമുക്ക് പോകാൻ പറ്റുന്നതും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ്. ഞാൻ പിന്നെ അന്നും ഇന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പൊ ക്യാമറയുടെ മുന്നിൽ എപ്പൊക്കെ നിൽക്കാൻ പറ്റിയാലും നമ്മൾ ആ ഒരു താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാം. അത് ചിലപ്പം ഇന്റർവ്യൂസ് ആയിരിക്കും, ചിലപ്പം സിനിമയായിരിക്കും, ചിലപ്പം സീരിയലായിരിക്കും, ആയിരിക്കും. പക്ഷെ ക്യാമറ എന്ന് പറയുന്ന സാധനത്തിന്റെ മുന്നിൽ നമ്മളുടെ ചിരി, കരച്ചിൽ, ആ സാധനങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റണേ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പൊ അതിന് മുന്നിൽ എപ്പോൾ നിൽക്കുമ്പോഴും നമ്മൾ ഭയങ്കര അതിനെ ആ ഒരു മൊമെന്റിനെ താങ്ക്ഫുൾ ആയിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പൊ മേ ബി ഞാൻ ഒന്നിനോട് നോ പറയാറുമില്ല. ഇപ്പൊ എന്നെ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചാലും സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയി ചെയ്യും. സീരിയലാണെങ്കിലും ചെയ്യും, സിനിമയാണെങ്കിലും ചെയ്യും, ആങ്കറിങ് ആണ്, സ്റ്റേജ് ഷോ ആണെങ്കിലും ഒക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ പൊതുവെ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല ഇപ്പോ, അങ്ങനെ ഒരു തോന്നൽ ഒന്നുമില്ല. ഞാൻ വേറൊരു കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കേട്ടിന്ന് വെച്ചാൽ ഇങ്ങനെ ബിഗ് സ്ക്രീനിലൊക്കെ ചെയ്ത ആൾക്കാർ ടെലിവിഷൻ സീരിയലിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ കുറച്ചും കൂടെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിരിക്കും, അവിടെ അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. അന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? അതേപോലെ തന്നെ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഇപ്പം സ്വാസിക ഇപ്പൊ സീരിയൽ അഭിനയിച്ചത് കൊണ്ട് തിരിച്ച് സിനിമ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇത് സീരിയൽ നടിയല്ലേ, അല്ലെങ്കിൽ സീരിയലല്ലേ കൂടുതലായിട്ടും ചെയ്യുന്നത്, അല്ലൊരു ഇതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലോ അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് എന്താ ഉണ്ടായിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ സീരിയലിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആ സെറ്റിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ സീരിയലിന്റെ ഇടയിൽ തന്നെയാണ് പൊറിഞ്ചുമറിയും, ജോസും, കട്ടപ്പന ഋത്തിക് റോഷൻ, ഇട്ടിമാണി, ഇതൊക്കെ ചെയ്തത് സീരിയലിന്റെ ഇടയിൽ നിന്ന് തന്നെ പോയിട്ട്. അപ്പൊ അവർക്ക് അറിയാം. പക്ഷെ ആ ലൊക്കേഷനിൽ ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ ചില ഓഫേഴ്സ് വിളിക്കുമ്പോൾ അവർ പറയുമോ നിങ്ങൾ സീരിയലിലായതുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന്, അതായത് ഞാൻ അങ്ങോട്ടാണെങ്കിലും അവസരം ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് സീരിയലിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടർ നിങ്ങളെ കൂടി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് സീരിയലിലാവുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഫോണിലൂടെയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത ലൊക്കേഷൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സീരിയലിൽ വെൽക്കമിംഗ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സീനിയർ ആർട്ടിസ്റ്റുകളായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സീനിയേഴ്സ് ആയിട്ടുള്ളവർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ എവിടെ ചെന്നാലും അവർക്ക് അതൊരു വാല്യൂ കൊടുക്കണം. കാരണം അവർ അത് ചെയ്ത കാര്യമാണ്, അവർ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അത് ആ വില കൊടുക്കുന്നതായിരിക്കും. കാരണം ഇപ്പം ഇടയിൽ നമ്മൾ പണ്ട് സിദ്ദിഖിക്കൊക്കെ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പഴയ നമ്മുടെ ഗീത മാം, അംബിക മാം, അവരൊക്കെ ഇപ്പം സീരിയലൊക്കെ വന്ന് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി അവർക്ക് കൊടുക്കണം. കാരണം അവർ അത്രയും സ്റ്റാറായിട്ട് നിന്ന ആൾക്കാരാണ്, തെന്നിന്ത്യൻ നായികമാരെന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ്. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ലൈക്ക് ഇങ്ങനെ എന്താ പറയാ, സീരിയലാണെന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് റൂം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ടൈമിങ്ങും ഡേറ്റ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനും അത് കേട്ടിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അതെ, പക്ഷെ എനിക്ക് ഫോണിലൂടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി എന്താ സ്വാസിക അഭിനയിച്ച ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയൽ എന്ന് പറയുന്നത് സീതയാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് എന്താ കല്യാണം ലൈവായിട്ടൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ആ സീരിയലിന്റെ തന്നെ സെക്കൻഡ് വേർഷൻ സീത 2 വന്നു കഴിഞ്ഞപ്പോൾ ഈ സീതയുടെ ഫസ്റ്റ് വേർഷന്റെ പോലെ അത്ര അതങ്ങ് സെറ്റായി വന്നില്ല, അത്ര ഹിറ്റ് ആയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ സീരിയൽ ഒരു 6 വർഷം പോയ ഒരു സീരിയലാണ്. അപ്പോൾ നമ്മളൊരു സീരിയലില്, ഒരു മെഗാ സീരിയലിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാം കാണിച്ചു, ഇനി ഒന്നും കാണിക്കാനില്ല. പിന്നെ സെക്കൻഡ് പാർട്ട് ചാനലിന്റെ പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ച് അങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ ചിലപ്പോൾ ചെയ്ത് നോക്കാം, എങ്ങാനും ഹിറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം ഒന്നും ചെയ്യാനില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടം, ഒരാൾ കൂടെ നടക്കുന്നു, അപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയണു, പിന്നെ അത് ഇഷ്ടമാണെന്ന് പറയണു, പിന്നെ കല്യാണം നടക്കുന്നു, കല്യാണം നടക്കാതിരിക്കുന്നു, മരിക്കുന്നു, മറിച്ച് ജീവിച്ചു വരുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ സീരിയൽ തീരുമ്പോൾ ഞങ്ങൾ ഹാപ്പി എൻഡിങ് ആയിട്ടാണ് തീർന്നത്. ഭാര്യ, ഭർത്താവ്, കൊച്ച് ഒക്കെ ആയിട്ട് സുഖമായിട്ട് ലല്ലെല്ലാം പാടി തീർത്തതാണ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ചില സിനിമകളെയൊക്കെ പോലെ സെക്കൻഡ് പാർട്ട് സീരിയലിന് അത്രയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെയാണെങ്കിലും അതിനൊരു
പിഴിയാനുള്ളൊരു സാധനം കഴിഞ്ഞു. ഓക്കെ. അപ്പം മേ ബി അതായിരിക്കാം ആളുകൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ റൈറ്റർ മാറി. അപ്പൊ ആദ്യത്തെ സീത എഴുതിയ റൈറ്റർ അല്ലാത്തത് കൊണ്ടും ആവാം. കാരണം അന്ന് എഴുതിയ ആൾക്ക് ആ ഒരു എസെൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. അപ്പൊ പുതിയൊരാൾ വരുമ്പോൾ അയാളുടെ ശൈലി പുതിയതായിരിക്കും. അപ്പൊ ഓഡിയൻസിന് മറ്റേ ശൈലി ഓൾറെഡി മനസ്സിൽ കിടക്കുക. സ്വാസിക എന്ന നടി ഇന്ന് മലയാളത്തിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ മലയാളത്തിനേക്കാൾ ഉപരി അന്യഭാഷകളിലാണ് തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീത എന്ന് തന്നെയാണ് ഇപ്പോഴും സ്വാസികയെ മലയാളികൾ എല്ലാവരും വിളിക്കുന്നത്. ആ ഒരൊറ്റ സീരിയലിലൂടെ തന്നെ എങ്ങനെ റൊമാൻറ്റിക് ആയിട്ടും എങ്ങനെ ദേഷ്യം, സങ്കടം ഇതെല്ലാം ഒരേ മുഖഭാവത്തിൽ കണ്ണുകളിൽ കൂടി നമുക്ക് കാണിച്ചു തരാമെന്ന് സ്വാസിക കാണിച്ചിട്ടുണ്ട്. അതേ സ്വാസികയുടെ അഭിനയം ഇപ്പോൾ അന്യഭാഷ താരങ്ങളും ആരാധകരും ഒക്കെ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറേ ഇന്റർവ്യൂസിലൊക്കെ വന്നാലും സ്വാസികയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സ്വാസിക ഇപ്പോഴും തൻ്റെ ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ ഒപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. അതിനപ്പുറത്തേക്കാണ് പിന്നീട് ഈ സ്വാസിക എന്ന് പറയുന്ന ഒരു അഭിനേതാവ് വരുന്നത്. ഇപ്പോഴും സ്വാസികയുടെ വാക്കുകൾക്കൊന്നും മാറ്റമില്ല. ലുക്കിന് പ്രാധാന്യം നൽകാറുണ്ടെന്ന് സ്വാസിക സമ്മതിക്കുന്നു. സൗന്ദര്യത്തിനൊപ്പം പരസ്പരം ബഹുമാനിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, വികാരങ്ങൾക്ക് വില നൽകുന്ന ഒരാളെയാണ് പങ്കാളിയായി ആഗ്രഹിക്കുന്നതെന്നും സ്വാസിക പറയുന്നു. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് സ്വാസിക. മിനി സ്ക്രീനിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് സിനിമയിലെത്തിയ സ്വാസിക മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. സൂര്യനായകനായി എത്തിയ RJ ബാലാജി ചിത്രം കറുപ്പിലും സ്വാസിക മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പലപ്പോഴും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുറന്നു പറയുന്നതിലൂടെ സ്വാസിക സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാവാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ സ്വാസിക പറഞ്ഞ കാര്യമാണ് ശ്രദ്ധേയമാകുന്നത്. നല്ല ലുക്കുള്ള, കാണാൻ സൗന്ദര്യമുള്ള ആളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്വാസിക. ഫാന്റസിയും റിയാലിറ്റിയും ചേർന്നാണ് താൻ ഇപ്പോഴും ചിന്തിക്കാറുള്ളതെന്നും ലുക്ക് നോക്കാറില്ല എന്ന് താൻ ഒരിക്കലും പറയില്ലെന്നും സ്വാസിക പറയുന്നു. ഞാൻ എപ്പോഴും ലുക്കിന് വാല്യൂ കൊടുക്കുന്നയാളാണ്. അത് തെറ്റാണ് എന്ന് ഒരുപാട് പേർക്ക് തോന്നാം. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കതാണ് ഇഷ്ടം. എനിക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷൻ വരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ലുക്കിലൊന്നും കാര്യമില്ല, മനസ്സാണ് നോക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേർ പറയാറുണ്ട്. അത് സത്യമാണ്, അതിൽ കാര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കെപ്പോഴും ലുക്ക് പ്രധാനമാണ്. അത് താൻ സത്യസന്ധമായി തന്നെ പറയുകയാണ്. അത് കുറേ പേർക്ക് തെറ്റായി തോന്നാം, പക്ഷേ എനിക്കത് പ്രധാനമാണ്. എനിക്ക് വരുന്ന ആൾ സൗന്ദര്യമുള്ള ഒരാളായിരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതെന്റെ ആഗ്രഹമാണ്. സ്വപ്നം കാണുന്നതിന് ആർക്കും ഒരു നിയന്ത്രണവുമില്ലല്ലോ. ഞാൻ ഒരു ശിവഭക്തയാണ്. ഓം നമ ശിവായൊക്കെ കാണുമ്പോൾ അതുപോലെ ലുക്കുള്ള ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. ഭർത്താവിന് വേണ്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കണം. സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നുമില്ല, മനുഷ്യരെ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കണം. ഇമോഷൻസിന് വില കൊടുക്കുന്ന ആളായിരിക്കണം. എന്റെ ഭർത്താവാകുന്ന ആൾ എന്നെ നോക്കുന്നത് പോലെ എന്റെ അച്ഛനെയും അമ്മയും നോക്കണമെന്നും സ്വാസിക പറയുന്നു. അവർക്ക് സമയം കൊടുക്കണം. എല്ലാവർക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായാൽ നന്നായിരിക്കും എന്നുണ്ടായിരുന്നു. ബഹുമാനം എല്ലാത്തിനേക്കാളും പ്രധാനമാണ്. അങ്ങനെ ഒരാൾ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഇതിനു മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് തെറ്റായ ചോയ്സ് അല്ലായിരുന്നു. നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. നന്നായി സംസാരിക്കും, നന്നായി ബഹുമാനിക്കും, അങ്ങനെയെല്ലാം നല്ലതായിരുന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രണയവും കുടുംബവും അദ്ദേഹത്തിന് ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. കുടുംബ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ അടുത്തു നിന്നും അകന്നു പോകുന്നത്. ആ റിലേഷൻ അവസാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ തീരുമാനമായിരുന്നില്ല, എൻ്റെ തെറ്റായ തീരുമാനമായിരുന്നില്ല അതെന്നും സ്വാസിക പറയുന്നു.